ജനങ്ങൾ യോഗ്യത നോക്കിയിട്ട് വോട്ട് ചെയ്യൂ. ഞാൻ 4 തവണ ലോകസഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും ജയിച്ചത് ഞാനിതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ്. അതല്ലാതെ ഇന്നാളുടെ മകനായതുകൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് ഏത് കോടതിക്കാൻ പറയാൻ പറ്റും? ഈ ശബരിമലയിലെ സ്വർണം അപഹരിച്ച വകയിൽ കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽക്കുള്ള എല്ലാ ഭരണസമിതികൾക്കും അതില് ശ്രീ പത്മകുമാറിന്റെ ദേവസ്വം ബോർഡാണ്, ദേവസ്വം പ്രസിഡന്റ് അല്ല, ദേവസ്വം ബോർഡാ പ്രതി. അപ്പോ ആ പ്രതിപട്ടികയിൽ വന്നവരെ കുറിച്ച് ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. അവരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങലിലടയ്ക്കണം. അത് തയ്യാറാവുന്നത് വരെ UDF ഞങ്ങളുടെ സമരമായിട്ട് മുന്നോട്ട്. ഇപ്പൊ ഞങ്ങൾ 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടം ഉടനെ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 3 ദേവസ്വം പ്രസിഡന്റുമാർ അന്ന് മന്ത്രിയായിരുന്നവർ, അവർക്കുള്ള ഉത്തരവാദിത്തം പുറത്തു വരണം. അതിനുള്ള ശക്തമായിട്ടുള്ള നടപടി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധിയിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും കൂട്ടുപ്രതിയാണ്. മാത്രമല്ല അങ്ങനെയുള്ള ഒരു ദേവസ്വം ഭരണസമിതിക്കാണ് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ കൊള്ളയിൽ ഗവൺമെന്റിനും പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതൊക്കെ 100% സത്യമായെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട്. ശശി തരൂര് നെഹ്റു കുടുംബത്തിനെതിരെ, കോൺഗ്രസ് ലീഡർഷിപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. കുടുംബവാഴ്ചയ്ക്കെതിരെ പരിഷ്കരണം, നിയമപരമായ പരിഷ്കരണം വേണമെന്നടക്കം അതേ ലേഖനത്തിൽ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, ഞാൻ ഒറ്റ കാര്യം ഇരിക്കുന്നു. പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആർക്കും ഇലക്ഷൻ മത്സരിക്കാം. ഇന്നാളുടെ മകനായതുകൊണ്ട് മത്സരിക്കരുതെന്നും ഭരണഘടനയിലില്ല, അതൊട്ട് നടക്കൂല. ഏതൊരു പൗരനും മത്സരിക്കാം. നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, അല്ലാതെ ബാക്ക്ഡോർ എൻട്രി അല്ല, ലോകസഭയിലേക്കാണ് മത്സരിച്ചത്. യോഗ്യതയാണ് വേണ്ടത്, പാരമ്പര്യമല്ല. അതായത് പേരുകൾ പരാമർശിക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പേര്. അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ കോർ കമ്മിറ്റി അംഗമാണ്, കേരളത്തിൽ MP ആണ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഓട് പൊളിച്ചിട്ടല്ല ലോക്സഭയിൽ കയറിയത്. ജനങ്ങൾ യോഗ്യത നോക്കിയിട്ട് വോട്ട് ചെയ്യൂ. ഞാൻ 4 തവണ ലോകസഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും ജയിച്ചത് ഞാനിതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ്. അതല്ലാതെ ഇന്നാളുടെ മകനായതുകൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് ഏത് കോടതിക്കാൻ പറയാൻ പറ്റും? എങ്ങനെ ഞാൻ പറഞ്ഞ അവരുടെ കുടുംബത്തിൽ എല്ലാവരും ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരാണ്. മാത്രമല്ല തെക്കൻ കേരളത്തിലും അല്ല തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അവർ നിസ്സാര കാര്യമാണ്. KMA അദ്ദേഹം ചെറിയ നേതാവല്ലല്ലോ, വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലോ. പാർട്ടി ചോദിക്കേണ്ട ഇത്ര നിരന്തരമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഒരു MP തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. വലിയ ലേഖനമാണ്, ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നു, മലയാളത്തിൽ. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കോർപ്പറേഷൻ ഇലക്ഷന്റെ ചുമതലയുള്ളതുകൊണ്ട് എനിക്ക് ലേഖനം വായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യം കൂടി, ഈ കോർപ്പറേഷന്റെ സ്ഥാനാർത്ഥി നിർണയത്തില് പലയിടത്തും പ്രതിഷേധം വരുന്നുണ്ട്, കൂട്ട രാജി വരുന്നുണ്ട്. അല്ല, അതിലൊക്കെ ജനാധിപത്യത്തിൽ അല്ലറ ചില തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അതൊന്നൊരു പ്രശ്നമല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വന്നല്ലോ, സ്ഥാനാർത്ഥികൾ രംഗത്ത് ഇറങ്ങിയില്ല, ചിലരെ കാണാനില്ല. ഞങ്ങൾ നോക്കുക ആരാ എതിരാളിന്ന് അറിയുന്നില്ല, കാരണം ഒരാളെയും കാണാനില്ല. KMA നേമത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം പരിഗണിക്കാതെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. ഞാൻ പറയാം, അവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളാണ്. ഞാൻ കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ചപ്പോൾ എന്നെ തടയാൻ വന്ന RSSകാര് നേരിട്ടതിൻ്റെ ഫലമായി അവർ തല അടിച്ച് പൊട്ടിച്ചാണ്. അങ്ങനെ ത്യാഗം സഹിച്ചവരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവരുടെ ജാതിയും മതവും നോക്കരുത്. അത് ഒരാളെ മാറ്റി നിർത്താനുള്ള ഒരു ഘടകമല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ഞങ്ങളുള്ളത് മാനവരത്നം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്ത പാർട്ടിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തൊരു അംഗീകാരം.